എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഓടൻ അവനാണെങ്കിൽ അവന്റെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും സേഫായി ഒരു ഭാഗത്തിരുത്തി ഇപ്പൊ ആ വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. ഉടൻ അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ ഗേറ്റ് അങ്ങനെ വെട്ടി താഴെയിടും. അതിനുശേഷം മുൻപോട്ടേക്ക് കടന്നു വരികയാണ്. ഒരുപാട് കൊള്ളക്കൂട്ടങ്ങളും ക്രിമിനൽസും വലിയ സ്ക്വാഡുകളൊക്കെ ആയി ഓടനെ നേരിടാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് നിൽക്കും. അതേസമയം ഓടന്റെ ആൾക്കാർ അവർ ഈ കാര്യം അറിഞ്ഞ് ഉഷാറായിട്ട് ഓടുകയാണ്. ഇവിടെ ഓടൻ അവൻ ചുറ്റും നോക്കും. ആ ഒരു ഗ്രാമം ഇത് മൊത്തത്തിൽ നശിച്ചു കിടക്കുന്നതായിട്ട് അവന് മനസ്സിലാകും. ഒരു വലിയ അഴിച്ചുപണി അത് ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഓടനാണെങ്കിൽ ചുറ്റും നോക്കും. അപ്പൊ ദൂരത്തായിട്ട് അഷുറ ടോജി അവൻ ടെററായി ഓടനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഓടനാണെങ്കിൽ സിമ്പിളായിട്ട് പറയും, എനിക്ക് പ്രത്യേകിച്ച് പേരുകളൊന്നും തന്നെ ഇല്ല, ഞാൻ ഈ ഒരു ഐലാൻഡിൽ നിന്ന് പുറത്താക്കപ്പെട്ടവനാണ്. പോകുന്നതിന് മുൻപ് ഈ ഒരു ഗ്രാമം അത് ഞാൻ വെടിപ്പാക്കും. നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നം അത് ഞാൻ സോൾവ് ചെയ്യും. മാത്രമല്ല വില്ലന്മാരെ എല്ലാവരെയും ഞാനൊരു പാഠം പഠിപ്പിക്കും, തുരത്തി ഓടിക്കും. ഇത്രയും ബാഡ് ആയിട്ടൊരു വില്ലേജ് വാനോ കിൻഡത്തിൽ ഇനി ഉണ്ടാവാൻ പാടില്ലെന്ന് പറയും. ഉടനെ അഷുറ ടോജി ആണെങ്കിൽ മുൻപോട്ടേക്ക് വരികയാണ്. നീ ആരാണെങ്കിലും ഞങ്ങൾക്ക് വിഷയമില്ല, കിങ്ങിന്റെ മകനാണെങ്കിലും ഞങ്ങൾക്ക് നീ ശത്രു തന്നെയാണ്. സോ തീർച്ചയായിട്ടും ഈ ഐലാൻഡിലേക്ക് വന്ന നിന്നെ ഞാൻ തന്നെ വെട്ടി 2 കഷ്ണമാക്കുമെന്ന് പറയും. ഓടനാണെങ്കിൽ അത്ത് കേട്ട് കൺട്രോൾ പോവും. അവനവന്റെ സ്ക്വാഡുമായി അഷുറ ടോജിക്ക് നേരെ പാഞ്ഞടുക്കും. ഓടനാണെങ്കിൽ അവന്റെ പവർ അങ്ങനെ മൊത്തത്തിൽ റിലീസ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന വില്ലന്മാരെ എല്ലാം ഒറ്റ വെട്ടിൽ തകർത്തില്ലാതാക്കുകയാണ്. അതിനുശേഷം സ്ട്രെയിറ്റ് ആയിട്ട് അഷുറ ടോജിയുടെ അടുത്തേക്ക് വരും. അഷുറ ടോജി അവനൊരു സാധാരണക്കാരനല്ല, അവനും നല്ല പവറുണ്ട്. രണ്ടുപേരുടെ സ്ക്വാഡും പവറൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. അഷുറ ടോജിയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ ഓടനാണെങ്കിൽ കിന്നു പറഞ്ഞ കാര്യം ഓർമ്മ വരും. അഷുറ ടോജി അവൻ നല്ല പവർഫുൾ ആണ്, അവനെ കൺവിൻസ് ചെയ്ത് നമ്മുടെ ടീമിലേക്ക് ചേർക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവും. ഉടൻ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് ഇപ്പൊ വീണ്ടും അവനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. ആണെങ്കിൽ പൊരിഞ്ഞ മഴ, അവരാണെങ്കിൽ ആ മഴ പോലും വകവയ്ക്കാതെ ഫൈറ്റ് ചെയ്യാണ്. അഷുറ ടോജി ആണെങ്കിൽ ഓടനോട് പറയും, ഈ ആ റോയൽ ഫാമിലിയിലുള്ളവനാണ്, ഫ്ലവർ ക്യാപിറ്റലിൽ സുഖമായിട്ട് ജീവിച്ച നിനക്ക് ഞങ്ങളുടെ ദുരിതം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞങ്ങളുടെ ഈ ഗ്രാമത്തിൽ ഞങ്ങളുടെ നിയമമാണ്, അവിടേക്ക് ആരെയും തന്നെ കടന്നു വരാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ പൊരിഞ്ഞ പോരാട്ടം. അതേസമയം ഇവിടെ ഓടന്റെ അസിസ്റ്റൻസ് എല്ലാവരും ആ കാഴ്ചകളൊക്കെ കണ്ട് ഷോക്കായി മൗണ്ടെയിൻ ലക്ഷ്യമാക്കി ഓടി വരികയാണ്. കാരണം ആ ഒരു മൗണ്ടെയിനിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടായി. മഴയത്ത് പോലും നല്ല ഫോഴ്സിൽ തീ കത്തുകയാണ്. അവർ ഉറപ്പിക്കും അവിടെ വെച്ച് തന്നെയാണ് ഓടൻ അവിടെയുള്ളവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവരവിടേക്ക് ഓടിയെത്തുമ്പോൾ കാണുക ഓടൻ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും തകർത്തിട്ടിരിക്കുന്നതായിട്ടാണ്. മാത്രമല്ല ആ അഷുറ ടോജിയെ അങ്ങനെ മുഴുവനായിട്ടും തോൽപ്പിച്ച് അവന്റെ ദേഹത്ത് കയറിയിരിക്കും. ഓടന്റെ ബോഡിയിലും ചെറിയ പരിക്കുകളൊക്കെ പറ്റിയിട്ടുണ്ട്. അഷുറ ടോജി ആണെങ്കിൽ ഓടനോട് പറയും, അതെ, എൻ്റെ തോൽവി അത് ഞാൻ സമ്മതിച്ചു, നിനക്കെന്നെ തീർച്ചയായിട്ടും ഇല്ലാതാക്കാം. പക്ഷെ ഓടനാണെങ്കിൽ അവരോട് പറയും, ഞാൻ നിങ്ങളെ ഇല്ലാതാക്കാനല്ല, എൻ്റെ ഐലാൻഡിലുള്ള ഒരു ഗ്രാമത്തെ തിരികെ പിടിക്കാനാണ് ഇവിടേക്ക് വന്നത്. സോ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ റോൾ ചെയ്യും, നിങ്ങളുടെ പ്രോബ്ലംസ് എല്ലാം ഞാൻ സോൾവ് ചെയ്യുമെന്ന് പറഞ്ഞ് ഓടൻ ആണെങ്കിൽ ഇരു കൈ നീട്ടി ആ ഒരു ഗ്രാമത്തെ ഏറ്റെടുക്കുകയാണ്. ബാക്കൗട്ട് ചെയ്ത ഇപ്പൊ നെക്സ്റ്റ് ഡേ ഷോഗൺ ആണെങ്കിൽ ഒരു പുതിയ ന്യൂസ് കണ്ട് ഞെട്ടുകയാണ്. അതായത് കുറി എന്ന വില്ലേജിനെ ടേക്ക് ഓവർ ചെയ്ത് ഇപ്പൊ ആ വില്ലേജിനെ അവൻ ഭരിക്കുകയാണ്. ആദ്യമായിട്ട് ഓടനെ കുറിച്ച് ഒരു പോസിറ്റീവ് ന്യൂസ് അത് അവന്റെ പപ്പ വായിച്ചു. ആണെങ്കിൽ ആ കുറി വില്ലേജ് അത് മൊത്തത്തിൽ മാറ്റിയെടുക്കുകയാണ്. കൊലയും കൊലപാതകവും മോഷണവും ആക്ടിവിറ്റികളെല്ലാം ഒഴിവാക്കി കൃഷിയും വ്യവസായങ്ങളും എല്ലാം തന്നെ അവർക്ക് തുറന്നു കൊടുത്തു. അവർക്ക് ആവശ്യമായതുള്ളത് വ്യവസായം ചെയ്തും കൃഷി ചെയ്തും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ഷോഗൺ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഇംപ്രസ്ഡ് ആയി ഓടനെ ആ ഗ്രാമത്തിന്റെ തലവനായിട്ട് തന്നെ എടുത്തു. ജനങ്ങളും ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ഇപ്പോൾ ഓടനോട് ഒരുപാട് സ്നേഹവും റെസ്പെക്റ്റും ഉള്ളവരായി തീർന്നു. ഇവിടെ ഓടനാണെങ്കിൽ ആ ഒരു ഗ്രാമത്തിൽ അടിച്ചു പൊളിക്കുകയാണ്. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതേസമയം തുറ ടോജി അവനാണെങ്കിൽ ഒത്തിരി വിഷമത്തിൽ അങ്ങനെ ഗ്രാമത്തിലേക്ക് തന്നെ നോക്കും. ഓടൻ കാര്യം അന്വേഷിക്കും. അതിനവൻ പറയും, സത്യത്തിൽ ഈ ഒരു ഗ്രാമം ഇത്രയും സുന്ദരമായിട്ട് ഞാൻ കണ്ടിട്ടില്ല, നീയാണ് ഇത് മുഴുവൻ മാറ്റിമറിച്ചതെന്ന് പറഞ്ഞ് അവൻ കരയാണ്. ഓടന് ഓവർ സെന്റിമെന്റ്സ് ഒട്ടും ഇഷ്ടമല്ല. കൺട്രോള് പോയ ഓടനാണെങ്കിൽ കാല് മടക്കി അവനെ ആഞ്ഞ് ചവിട്ടുകയാണ്. അവനങ്ങനെ തെറിച്ചു പോയി അടിച്ചു വീടും. കൺട്രോള് പോയ ആണെങ്കിൽ ഇപ്പോൾ ഓടന് നേരെ അങ്ങനെ തിരികെയാണ്. ഓടനാണെങ്കിൽ ഇപ്പൊ അവിടെയുള്ള മെയിൻ ആൾക്കാരോടെല്ലാം അവന്റെ സാമുറായി സോൾജിയേഴ്സായി ഒപ്പം ചേരാൻ തന്നെ അനുവാദം കൊടുക്കും. അത് കേട്ട് അവർക്ക് ഡബിൾ ഹാപ്പി. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഫ്ലാഷ് ബാക്കിന് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ആ റോക്ക് പൈററ്റ് ടീം അതങ്ങനെ സെപ്പറേറ്റ് ആയി ഓരോ പൈററ്റുകളും ഇപ്പോൾ ഓരോ ടീം ക്രിയേറ്റ് ചെയ്തു. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കൗമട്സു അവനാണെങ്കിൽ കുറി വില്ലേജിന്റെ ആ പോർട്ടിൽ വന്ന് നിൽക്കുകയാണ്. അവിടെ 2 പേര് ബോധമറ്റ് മുൻപിൽ വീണ് കിടക്കുന്നത് അവൻ ശ്രദ്ധിക്കും. അവനാണെങ്കിൽ അവരെ ചെക്ക് ചെയ്യും. പക്ഷെ അത് ആരാണെന്ന് അവന് മനസ്സിലാവില്ല. അടുത്ത നിമിഷം അവർ 2 പേരും ചാടി എഴുന്നേക്കും. അത് മറ്റാരുമല്ല,
ക്യാറ്റ് കിങ്ങും ഡോഗ് കിങ്ങും. ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാം ഇപ്പൊ കൗമട്സുവിനെയും ഡോഗിനെയും ക്യാറ്റിനെയും കണ്ട് ഷോക്കാവുകയാണ്. അവരെല്ലാം ഭീകര മോൺസ്റ്റേഴ്സ് ആണെന്ന് കരുതി ഉണ്ടായിരുന്ന ജനങ്ങളാണെങ്കിൽ അവരെ അച്ചറം പൊച്ചറം തല്ലി മുകളിൽ കെട്ടി തൂക്കുകയാണ്. ആക്ച്വലി ആ സോ ഐലാൻഡും വാനോ കിൻഡോം തമ്മിൽ വർഷങ്ങളായിട്ടുള്ള ഒരു ബോണ്ടുണ്ട്. അവർ ആ വിശ്വാസത്തിന്റെ പേരിലാണ് അവിടേക്ക് എത്തിയത്. പക്ഷെ അവർക്ക് കിട്ടിയത് ഇത്തരത്തിലൊരു സ്വീകരണമാണ്. ക്യാറ്റും ഡോഗും ആണെങ്കിൽ ഒച്ചത്തിൽ വിളിച്ചു പറയും, ഞങ്ങൾ ആ സോ ഐലാൻഡിലുള്ളവരാണ്, ദയവ് ചെയ്ത് ഞങ്ങൾ വെറുതെ വിടണം, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല. മൃഗങ്ങൾ സംസാരിക്കുന്നത് കണ്ട് കൺട്രോൾ പോയ ജനങ്ങളാണെങ്കിൽ അവരെ തീയിട്ട് കത്തിക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് ഓടൻ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു ജയന്റ് ഫിഷുമായിട്ട് അതുവഴി കടന്നു വരും. അപ്പൊ അവൻ കാണും ഡോഗിനെയും ക്യാറ്റിനെയും തീയിലിട്ട് കത്തിക്കുന്നത്. ഓടൻ ആ കാഴ്ച കണ്ട് ഷോക്കായി ആ ഫിഷ് അവർക്ക് നേരെ വലിച്ചെറിഞ്ഞ് ആ തീ അണക്കിയാണ്. അവൻ ആ ജനങ്ങളോട് ദേഷ്യപ്പെടും, യു ഗൈസ് ആർ അൺബിലീവബിൾ. ആ 2 കുഞ്ഞുങ്ങളെ നിങ്ങൾ തീയിട്ട് കൊല്ലാൻ ശ്രമിച്ചു അല്ലേ? മനുഷ്യരുടെ രൂപത്തിലല്ലാത്ത എന്തിനെ കണ്ടാലും നശിപ്പിക്കാനുള്ള നിങ്ങളുടെ പ്രവണത അത് വളരെ മോശമാണെന്ന് പറഞ്ഞ് അവരെയും കൂട്ടി ഇപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് വരികയാണ്. അതിനുശേഷം അവർക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം കൊടുക്കും. കിന്നാണെങ്കിൽ അവരാരാണ് എന്താണെന്നൊക്കെ ചോദിക്കും. അതിന് അവർ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെവിടെയുള്ളവരാണെന്നും എന്താണെന്നും പറയും. ഉടനാണെങ്കിൽ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അവരോട് ഇഷ്ടമുള്ള അത്രയും ഭക്ഷണം കഴിക്കാനായിട്ട് പറയും. അത് കേൾക്കേണ്ട താമസം നമ്മുടെ ക്യാറ്റ് കിങ് ആണെങ്കിൽ അണ്ടാവോടെ ഫുഡ് വായിലേക്ക് കമിഴ്ത്തുകയാണ്. ഉടനെ അപ്പോഴായിരിക്കും മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക. താഴെ വീണു പോകുന്ന ഫുഡ് അത് മറ്റാരോ ഒരാൾ കഴിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, സാക്ഷാൽ കൗമട്സു. ഓടനാണെങ്കിൽ അവനോട് ചോദിക്കും, അതിരിക്കട്ടെ, എനിക്ക് ഇവർ 2 പേരെയും മനസ്സിലായി, പക്ഷെ നീ ആരാണ്? അതിനവൻ പറയും, ഞാൻ ആക്ച്വലി ഫിഷ്മാൻ ഐലാൻഡിലെ ഒരു ഫിഷ്മാനാണ്. ഞങ്ങളുടെ കപ്പൽ മുങ്ങിയാണ് ഞങ്ങൾ ഈ തീരത്തടിഞ്ഞത്. ഞാനും അമ്മയും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഒരുപാട് ദിവസങ്ങൾ ഇവിടെ കഴിച്ചുകൂട്ടി. പക്ഷേ ചില ജനങ്ങൾ ഞങ്ങളെ കണ്ട് ഞങ്ങളെ കമ്പുമൊക്കെ വലിച്ചെറിഞ്ഞ് ഇവിടുന്ന് തുരത്താനായിട്ട് ആരംഭിച്ചു. എൻ്റെ അമ്മയുടെ തലയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റി. അമ്മ കുഴഞ്ഞു വീണു. അവസാനമായിട്ട് നല്ലൊരു ഫിഷ്മാനായി എന്നോട് മാറണമെന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചു. ഒരുപാട് ദിവസങ്ങളായി ഞാൻ പട്ടിണിയിലും ബുദ്ധിമുട്ടിലും ഇവിടെ അലഞ്ഞു നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവരെ 2 പേരെയും കണ്ടത്. ഇവരോടൊപ്പം ഇവിടെയുള്ള ജനങ്ങൾ എന്നെയും അറ്റാക്ക് ചെയ്തു. നിങ്ങൾ കറക്റ്റ് സമയത്ത് വന്ന് എന്നെ രക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാനും പട്ടിണി കടന്ന് ഇവിടെ മരിച്ചു പോയേനെ. അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ ഈ നിലത്ത് വീണ ഫുഡ് അത് ഞാൻ കഴിച്ചോട്ടെ. അത് കേട്ട് ഓടനാണെങ്കിൽ വണ്ടറടിക്കും, നീ ഒരു അല്പസമയം വെയിറ്റ് ചെയ്യ്, നിനക്ക് വേണ്ടി പുതിയ ഫുഡ് അത് ഉണ്ടാക്കുന്നുണ്ട്, എത്രയും വേഗം ഇവിടെ എത്തിക്കുമെന്ന് പറയും. അതിനവൻ പറയും, അയ്യോ വേണ്ട വേണ്ട, ഈ ഫുഡുകളെല്ലാം നല്ലതാണ്, താഴെ പോയി എന്നൊരൊറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ. ഞാനിത് കഴിച്ചോളാന്ന് പറഞ്ഞ് ഇപ്പോൾ അവനത് കഴിക്കാനായിട്ട് തുടങ്ങും. അത് കാണുമ്പോൾ ക്യാറ്റ് വൈപ്പറിനും ഒരുപാട് വിഷമം. കാരണം അവൻ ശ്രദ്ധയില്ലാതെ ആക്രാന്തത്തിൽ വാരി വലിച്ച് കഴിച്ചപ്പോഴാണ് അത് നിലത്ത് പോയത്. ഇത് ഞാനും കഴിക്കുമെന്ന് പറഞ്ഞ് ഇപ്പൊ അവനും അത് കഴിക്കാനായിട്ട് തുടങ്ങും. ഓടനാണെങ്കിൽ അതൊക്കെ കണ്ട് ഒരുപാട് ഇഷ്ടമാവും. സത്യത്തിൽ ഈ ലോകത്തിൽ ഞാൻ കാണാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കതൊക്കെ കാണണമെന്ന് പറയും. ഇത് കേട്ട് ക്യാറ്റ് വൈപ്പറും ഡോഗ് കിങ്ങും നമ്മുടെ തവളക്കുട്ടപ്പനും അവർ 3 പേര് ഹാപ്പി ആയിട്ട് ഓടന്റെ ദേഹത്തേക്ക് പാഞ്ഞു കയറുകയാണ്. ഈ സമയം ഡെഞ്ചറോ ആണെങ്കിൽ ഇപ്പോൾ ഓടനോട് ദേഷ്യപ്പെട്ട് ചോദിക്കും, നിങ്ങൾ വീണ്ടും ആ ഒറോച്ചിക്ക് ക്യാഷ് കൊടുത്തോ? അതിന് ഓടൻ പറയും, ഐ എം സോറി, അവന്റെ അവസ്ഥ ഇത് കേട്ടപ്പോൾ ഞാൻ അറിയാതെ കൊടുത്തു പോയതാണ്. അതേസമയം ഇവിടെ നമ്മുടെ റൈസോ അവനാണെങ്കിൽ അവന്റെ ടീമുമായി ആ യാസുകയുടെ അടുത്തേക്ക് പോവാണ്. എങ്ങനെയെങ്കിലും കുറച്ച് ക്യാഷ് അടിച്ചു മാറ്റുക എന്നത് മാത്രമാണ് നമ്മുടെ ചെക്കൻ്റെയും അവന്റെ കൂട്ടരുടെ ഇപ്പോഴത്തെ ഏക ലക്ഷ്യം. അവരാണെങ്കിൽ ശബ്ദം ഉണ്ടാക്കാതെ പതിയെ പതിയെ നടന്നു നീങ്ങും. സുഖിയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ആ കള്ളക്കൂട്ടത്തെ പിടിക്കുകയാണ്. സത്യം പറയും, നിങ്ങൾക്ക് എന്തിനാ ഇത്രയും പണം? അതിനവര് പറയും, ഞങ്ങൾക്കിത് ഓടന് കൊടുക്കാനാണ്. ഓടന്റെ കയ്യിൽ ഇപ്പൊ ക്യാഷ് ഇല്ല. അവന്റെ കയ്യിലുള്ള പണം എല്ലാം ദാനം ചെയ്ത് ഇപ്പൊ പിച്ചക്കാരനായിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ പണം അതെങ്ങനെയെങ്കിലും ഓടന് കൊടുക്കണമെന്ന് പറഞ്ഞ് അവരെങ്ങനെ പൊട്ടിക്കരയും. അത് കേട്ട് യാസുമയ്ക്ക് അവന്റെ മനസ്സലിയാണ്. അവർക്ക് ആവശ്യത്തിന് ഒരുപാട് പണം അവൻ നൽകും. അതിനുശേഷം അവരോട് വൃത്തിയായിട്ട് വസ്ത്രം ധരിക്കാനും ഒരുപാട് ഇതൊക്കെ വായിച്ച് നോളജ് നേടാനും പറയും. അതനുസരിച്ച് അവരും പതിയെ പതിയെ ചേഞ്ചായി തിരികെ ഓടന്റെ അടുത്തേക്ക് എത്തുകയാണ്. ഓടനാണെങ്കിൽ അവരുടെ ചേഞ്ച് കണ്ട് ഭയങ്കര അത്ഭുതം. അവന്റെ അടുത്തുനിന്ന് പോയവർ തന്നെയാണോ അവർന്ന് അവന് വല്ലാത്തൊരു സംശയം തോന്നും. ഉടനെ അവര് പറയും, ഫ്യൂച്ചറിൽ നിങ്ങളായിരിക്കും ഞങ്ങളുടെ ഷോഗൺ. സോ നിങ്ങളുടെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഞങ്ങൾ കുറെ കൂടെ പെർഫെക്റ്റ് ആവണം. ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് യാഷുമിയാണ്. സോ അവന്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചു, ട്രെയിനിങ് എടുത്തു, ഇപ്പൊ ഇപ്രകാരമായി മാറി. അങ്ങനെ സീൻ കട്ട് ചെയ്ത് 30 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുകയാണ്. ഫ്ലവർ ക്യാപിറ്റലിലുള്ള എല്ലാവരും സന്തോഷത്തോടു കൂടെ ഒരാൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. മറ്റാർക്കും അല്ല, ക്യാപിറ്റൽ കൊറിയുടെ ഡൈമിയോ സാക്ഷാൽ ഓടന് വേണ്ടി. അവനെയും അവന്റെ സോൾജിയേഴ്സിനെയും കണ്ട് ഇപ്പൊ എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. അവർ വളരെ നീറ്റായിട്ട് വളരെയധികം പ്രൊഫഷണൽ ആയിട്ട് അതുവഴി കടന്നു വരും. ഇവിടെ
ഓടന്റെ പപ്പ ഷോഗണ് ഓടനെ കണ്ട് ഭയങ്കര അഭിമാനം. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഒറോച്ചി അവനാണെങ്കിൽ ഇതൊന്നും സഹിക്കാതെ അങ്ങനെ പല്ല് കടിച്ചു നിൽക്കും. ഇതാ ആ കുറിയുടെ മറൈൻ സ്പോട്ട് കാണിക്കും. അവിടേക്ക് വലിയൊരു കപ്പൽ അങ്ങനെ കടന്നു വരികയാണ്. ആ കപ്പല് അത് മറ്റാരുടേതുമല്ല, സാക്ഷാൽ വൈറ്റ് ബേർഡിന്റെ. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.